ഹരിമോഹനുണ്ട്. ഹരി, ഇപ്പോ ആ ഒരു വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഹരി, തീർച്ചയായിട്ടും 1708 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് ജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായിട്ട് നൽകാൻ കഴിയുന്ന വാർത്ത. അത് ഉറപ്പാണ്. 1708 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് വിജയിച്ചിരിക്കുന്നു. അതായത് അവസാന ഘട്ടത്തിലേക്ക് വരെ നീണ്ട ഫോട്ടോ ഫിനിഷിന് ഒടുവിലാണ് അടൂർ പ്രകാശിന്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ആ രണ്ട് സ്ഥലങ്ങളാണ് അടൂർ പ്രകാശിന്റെ ലീഡ് ഈ നിലയിലേക്ക് എത്തിച്ചതും വി ജോയിയെ മറികടക്കാൻ സാധിച്ചതും. അത് പൂവച്ചലും കുറ്റിച്ചലുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പൂവച്ചൽ മണ്ഡലം ന്യൂനപക്ഷ മേഖലയാണ്. അവിടെ നിന്നുള്ള വോട്ടുകൾ അടൂർ പ്രകാശിന് സാധാരണഗതിയിൽ കിട്ടാറുള്ളതാണ്. അത് ഇത്തവണയും കിട്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ കുറ്റിച്ചലും തുണച്ചിരിക്കുന്നു. ആ രണ്ട് പ്രദേശങ്ങളും അടൂർ പ്രകാശിന്റെ ലീഡ് 1708 എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഫിനിഷിന് ഒടുവിൽ ഒരു വലിയ ദീർഘനിശ്വാസം അടൂർ പ്രകാശ് വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. കാരണം ആറ്റിങ്ങൽ മണ്ഡലം ഇതുവരെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടേ ഇല്ല. കേരളം തന്നെ സമീപകാലത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ ഫിനിഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരമൊരു മത്സരമായിരുന്നു ഇവിടെ ആറ്റിങ്ങലിൽ നടന്നത്. ഉദ്വേഗജനകമായ പോരാട്ടം. എന്തായാലും അതിൽ കൃത്യമായി ലീഡ് 1708 എത്തിക്കാൻ അടൂർ പ്രകാശിന് സാധിച്ചു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഒരു 500, 600 അല്ലെ പരമാവധി 800 എന്നൊക്കെയുള്ള ലീഡിലേക്ക് അവസാന ഘട്ടങ്ങളിൽ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്താണ് ഒരു 1700 എത്തിക്കാൻ അടൂർ പ്രകാശിന് സാധിച്ചിരിക്കുന്നു. നേരിയ ഭൂരിപക്ഷമാണെങ്കിൽ കൂടി അത് അവസാന ഘട്ടത്തിൽ നേടാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വിജയാഹ്ലാദ പ്രകടനങ്ങൾ യുഡിഎഫ് പ്രവർത്തകർ കൗണ്ടിംഗ് സ്റ്റേഷന് പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെ സംബന്ധിച്ച് നമ്മുടെ ഇങ്ങനെ ഒരു വിജയം തന്നെ അവിടെ ഉണ്ടാകുമെന്ന് പ്രവചിച്ച, അല്ലെങ്കിൽ അല്പം മുമ്പ് പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാല നമ്മോടൊപ്പമുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ പറഞ്ഞതിൽ പൂവച്ചൽ, കുറ്റിച്ചൽ എന്നീ പ്രദേശങ്ങളുടെ ബലത്തിൽ നേടിയിരിക്കുന്നു അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ഒരിക്കൽ കൂടി. പക്ഷേ ഈ മത്സരം നിങ്ങളെ എന്ത് പഠിപ്പിക്കുന്നു? തീർച്ചയായിട്ടും കടുത്ത മത്സരമാണ്. നോക്കൂ, ചിറയൻകീഴ് ആറ്റിങ്ങലിന്റെ പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിരുന്ന മണ്ഡലമായ ചിറയൻകീഴിൽ പലപ്പോഴും ശ്രീ എം ഐ ഷാനവാസിന് തുച്ഛമായ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശ്രീ പ്രൊഫസർ ജി ബാലചന്ദ്രന് തുച്ഛമായ വോട്ടുകൾക്ക് പാർലമെന്റ് മണ്ഡലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കാണ് പലപ്പോഴും തുച്ഛമായ വോട്ടുകൾക്ക് ഈ നിയോജക മണ്ഡലം, പാർലമെന്റ് നിയോജക മണ്ഡലം നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പുതിയ ആറ്റിങ്ങലായപ്പോൾ, ആറ്റിങ്ങലിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കടുത്ത, ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. 2000 വോട്ടിന് ഞങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തീർച്ചയായിട്ടും വിജയം തന്നെയാണ്. ഒരു വോട്ടിനായാലും വിജയിച്ചത് തന്നെയാണ്. ശ്രീ അടൂർ പ്രകാശ് അവിടെ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വലിയ വിജയമാകുന്നു. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ സീറ്റെണ്ണം ഒന്നുകൂടി കൂട്ടാൻ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ ഒരിക്കൽ കൂടിയുള്ള ഒരു തൂവൽ കൂടിയാണ്. അദ്ദേഹം ഒരു നല്ല ഇലക്ഷൻ മാനേജറാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് കയറാൻ കഴിഞ്ഞു. തുച്ഛമായ വോട്ടുകൾക്കാണെങ്കിലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞു. തുടക്കത്തിൽ 60,000 വോട്ട് എന്നാലുള്ളപ്പോൾ തന്നെ ഫീൽഡിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് 2000 വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ എത്താൻ കഴിഞ്ഞു. 1708 വോട്ടിന് ജയിച്ചു എന്ന് കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് എന്നോട് തന്നെ അറിയിച്ചിട്ട് 10 മിനിറ്റായി. അപ്പോൾ കൃത്യമായി വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഞങ്ങൾക്ക് ഒരു സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് NDA കൊണ്ടുപോയതുള്ള വിഷമം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ LDF മറ്റൊരു സീറ്റ് കൊണ്ടുപോയിരിക്കുന്നു. ഞങ്ങൾക്ക് 20 സീറ്റിന് ലഭിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ താല്പര്യം. 2 സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വേദന ഉള്ളപ്പോഴും ദേശീയ തലത്തിലുള്ള ഞങ്ങളുടെ മിന്നുന്ന പ്രകടനം ശ്രീ രാഹുൽ ഗാന്ധി പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം 100-ലധികം സീറ്റുകൾ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ നോക്കൂ, ഇവിടെ BJPയുടെ പ്രതിനിധി എന്തൊക്കെയാണ് പറഞ്ഞത്, വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ വോട്ടിംഗ് മെഷീൻ സിമ്പിളാക്കിക്കൊള്ളുന്നു. ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി പോലും 60,000-70,000 വോട്ടിന് പിറകിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? ഇവിടെ അമേത്തിയിൽ നിങ്ങൾ പരാജയപ്പെടുകയാണ്. അതുപോലെ തന്നെ അയോധ്യ ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശത്ത് നിങ്ങൾ പരാജയപ്പെടുകയാണ്. നിങ്ങളുടെ അവിടെ ഒരു പന്തലുകാരൻ ഡൽഹിയിൽ നിൽക്കുന്നതാകട്ടെ, ഞാൻ നിൽക്കട്ടോ പോട്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്ക് പന്തൽ ഉൾപ്പെടെ തയ്യാറാക്കി നിന്നവരെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ ജനാധിപത്യത്തിൻ്റെ വിജയം മടങ്ങി വന്നിരിക്കുന്നു. ഏതായാലും ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ തൃശങ്കുവിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.